KSRTC ലാഭത്തിലാകുമോ എന്നതല്ല, KSRTC എന്തെങ്കിലും കൃത്യസമയത്ത് ഓടുമോ എന്നാണ് ഓരോ മലയാളി യാത്രക്കാരനും ഇന്ന് ചോദിക്കുന്നത്. പുതിയ സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ആനവണ്ടി നന്നാകുമോ അതോ പഴയ വടി തുടരുമോ? ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് KSRTCയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികളും ലോകത്തിലെ ഏറ്റവും മികച്ച ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളിൽ ഒന്നായ ലണ്ടൻ മോഡലും തമ്മിലുള്ള താരതമ്യമാണ്. KSRTC നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കേവലം സാമ്പത്തികം മാത്രമല്ല, അത് ഭരണപരമായിട്ടുള്ള പാളിച്ചകളുടെയും കാലഹരണപ്പെട്ട രീതികളുടെയും ആകെത്തുകയാണ്. അവ എങ്ങനെയെല്ലാമാണ് ഒരു സ്ഥാപനത്തെ തളർത്തുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. KSRTC നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സാമ്പത്തിക അസന്തുലിതാവസ്ഥയാണ്. 1 രൂപ ലാഭിക്കാൻ 1.5 രൂപ ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യം ഒരു വ്യവസായത്തെയും മുന്നോട്ട് കൊണ്ടുപോകില്ല. ലഭിക്കുന്ന വരുമാനത്തിന്റെ സിംഹഭാഗവും വായ്പ തിരിച്ചടവിനും ഇന്ധനത്തിനുമായിട്ട് മാറ്റിവെക്കുന്നു. ശമ്പളവും പെൻഷനും പലപ്പോഴും നൽകുന്നത് സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ വലിയ പലിശയ്ക്ക് എടുക്കുന്ന വായ്പകളിൽ നിന്നോ ആണ്. ഇത് ഓരോ മാസവും ബാധ്യത വർദ്ധിപ്പിക്കുന്നു. സൗജന്യ കൺസെഷനുകൾക്കും മറ്റും സർക്കാർ നൽകേണ്ട വിഹിതം യഥാസമയം ലഭിക്കാത്തത് ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനേക്കാൾ പ്രധാനമാണ് ഉള്ളവ പരിപാലിക്കുക എന്നത്. എന്നാൽ സ്പെയർ പാർട്സുകൾ വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥ വലിയ നഷ്ടമുണ്ടാക്കുന്നു. ടയറുകള്, ബാറ്ററികള് എന്നിവയുടെ കുറവ് മൂലം 100 കണക്കിന് ബസ്സുകളാണ് ഡിപ്പോകളിൽ വെറുതെ കിടക്കുന്നത്. ഒരു ബസ് ഒരു ദിവസം നിരത്തിലിറക്കാതിരുന്നാൽ കുറഞ്ഞത് 10,000 രൂപയുടെ മുകളിലാണ് നഷ്ടം വരുന്നത്. സർവീസുകൾ മുടങ്ങുന്നത് യാത്രക്കാര് സ്വകാര്യ ബസ്സുകളെയോ സ്വന്തം വാഹനങ്ങളെയോ ആശ്രയിക്കാൻ കാരണമാകുന്നു. ഇത് സ്ഥിരം യാത്രക്കാരെ നഷ്ടപ്പെടുത്തുന്നു. പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ജീവനക്കാരെ വിശ്വാസത്തിൽ എടുക്കാത്തതാണ് മറ്റൊരു വലിയ പ്രശ്നം. സ്വിഫ്റ്റ് ഒരു സ്വതന്ത്ര യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് KSRTCയിലെ സ്ഥിരം ജീവനക്കാർക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു. ഒരേ ജോലി ചെയ്യുന്നവർക്കിടയിലുള്ള ശമ്പള വ്യത്യാസവും ആനുകൂല്യങ്ങളിലെ മാറ്റവും മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയ്ക്ക് കാരണമാകുന്നു. ഇത് സർവീസുകളുടെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു. IT അധിഷ്ഠിതമായിട്ട് റൂട്ടുകൾ ക്രമീകരിക്കാത്തതാണ് മറ്റൊരു വലിയ തിരിച്ചടി. പലപ്പോഴും സ്വകാര്യ ബസ്സുകളുമായിട്ട് ഒരേ സമയം മത്സരിച്ച് ഓടേണ്ടി വരുന്നു. എന്നാൽ യാത്രക്കാർ കുറവായ സമയങ്ങളിൽ പല ബസ്സുകളും നഷ്ടത്തിൽ സർവീസ് നടത്തുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരക്കുള്ള റൂട്ടുകളും സമയം കണ്ടെത്താൻ വൈകുന്നത് ഇന്ധന നഷ്ടത്തിനും ബസ്സുകളുടെ തേയ്മാനത്തിനും ഇടയാക്കുന്നു. ആനവണ്ടിയെ തളച്ചിടാനല്ല, മറിച്ച് പുതിയ ഊർജത്തോടെ ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കൃത്യമായിട്ടുള്ള പരിഹാര പാത നമ്മുടെ മുന്നിലുണ്ട്. അതിനായിട്ട് നടപ്പിലാക്കേണ്ട 4 മാറ്റങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ഡെബിറ്റ് റീസ്ട്രക്ചറിംഗ്. നിലവിലുള്ള ഉയർന്ന പലിശയുള്ള വായ്പകൾക്ക് പരിഹാരമായിട്ട് കടബാധ്യതകൾ പുനഃക്രമീകരിക്കണം. ഉയർന്ന പലിശയുള്ള പ്രൈവറ്റ് വായ്പകൾ ഒഴിവാക്കി കുറഞ്ഞ പലിശ നിരക്കുള്ള ലോണുകളിലേക്ക് മാറണം. ഇതിലൂടെ പ്രതിമാസ തിരിച്ചടവ് ഭാരം കുറയ്ക്കാനും ദൈനംദിന ചെലവുകൾക്കും കൂടുതൽ ഫണ്ട് കണ്ടെത്താനും സാധിക്കും. ഡീസൽ വില വർധനവ് നേരിടാൻ പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങളിലേക്ക് മാറുന്നത് അനിവാര്യമാണ്. CNG, ഇലക്ട്രിക് ബസ്സുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ ഇന്ധന ചെലവ് പകുതിയായിട്ട് കുറയ്ക്കാനും ലാഭക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കും. ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം കൊണ്ടും മാത്രം ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനാൽ ടിക്കറ്റ് ഏതര വരുമാനം വർദ്ധിപ്പിക്കണം. ബസ് സ്റ്റാൻഡുകളിലുള്ള ഭൂശേഖരം പ്രയോജനപ്പെടുത്തി ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിർമ്മിക്കുകയും പരസ്യങ്ങൾ വഴി സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുക. KSRTCയുടെ ശൃംഖലയെ ഒരു വലിയ ചരക്ക് നീക്ക ശൃംഖലയായിട്ട് മാറ്റണം. നിലവിലുള്ള കൊറിയർ, പാഴ്സൽ സർവീസുകൾ കൂടുതൽ ശക്തമായിട്ട് നടപ്പിലാക്കി ഒരു ആധുനിക സർവീസ് ഏജൻസി ആയിട്ട് മാറണം. ഇനി എന്താണ് ലണ്ടൻ മോഡൽ? സാമ്പത്തിക അടിത്തറ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പ്രവർത്തന രീതി പാശ്ചാത്യ രാജ്യങ്ങളിലെ മികച്ച മാതൃകകളിലേക്ക് മാറേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും അനുയോജ്യം ലണ്ടനിലെ ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ മോഡലാണ്. ലണ്ടൻ നഗരത്തില് സർക്കാർ നേരിട്ടല്ല ബസ്സുകൾ ഓടിക്കുന്നത്, പകരം ഒരു റെഗുലേറ്റർ എന്ന നിലയിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. സർക്കാർ റൂട്ടുകൾ നിശ്ചയിക്കുന്നു, സ്വകാര്യ കമ്പനികൾ ഈ റൂട്ടുകൾ ലേലം വിളിച്ച് ഏറ്റെടുക്കുന്നു. ബസിന്റെ അറ്റകുറ്റപ്പണിയും ജീവനക്കാരുടെ ശമ്പളവും സ്വകാര്യ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. സർക്കാർ കമ്പനിക്ക് ഒരു നിശ്ചിത തുക നൽകുന്നു, ടിക്കറ്റ് വരുമാനം സർക്കാരിലേക്ക് എത്തുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. ഇനി ടിക്കറ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കുന്നതും എല്ലാ ബസ്സുകളും ഒരേ നിരത്തിലും ഒരേ നിലവാരത്തിലുമാണെന്ന് ഉറപ്പുവരുത്തുന്നതും സർക്കാരാണ്. ഈ 2 രീതികളും സംയോജിപ്പിക്കുന്നതിലൂടെ നമുക്ക് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് അഴിമതി കുറയ്ക്കുന്നു. സ്പെയർ പാർട്സ് വാങ്ങുന്നതിലോ ഇന്ധന ഉപയോഗത്തിലോ ഉണ്ടാകുന്ന അഴിമതികള് സ്വകാര്യ പങ്കാളിത്തത്തോടെ നമുക്ക് ഒഴിവാക്കാം. യാത്രക്കാർക്ക് ഗുണനിലവാരമാണ് മറ്റൊന്ന്. കൃത്യസമയത്ത് ഓടിയില്ലെങ്കിലോ ശുചിത്വം പാലിച്ചില്ലെങ്കിലോ കമ്പനികൾക്ക് പിഴ നൽകേണ്ടി വരും. സർക്കാർ ബാധ്യതകളിൽ നിന്നുള്ള മോചനമാണ് മറ്റൊന്ന്. ബസ്സുകൾ വാങ്ങാനോ മെയിന്റനൻസിനോ സർക്കാർ വലിയ തുക മാറ്റിവെക്കേണ്ടതില്ല. GPS, സ്മാർട്ട് കാർഡ് സംവിധാനങ്ങൾ, കൃത്യമായിട്ടുള്ള ബസ് സമയം എന്നിവ യാത്രക്കാർക്ക് ലഭ്യമാക്കും. ലോകബാങ്ക്
ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഗതാഗത പരിഷ്കരണത്തെക്കുറിച്ച് പുറത്തിറക്കിയ പഠനങ്ങൾ നമുക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകുന്നു. ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് ആണ് ഒന്നാമത്തേത്. ബസ്, ട്രെയിൻ, മെട്രോ, ജലഗതാഗതം എന്നിവയെ ബന്ധിപ്പിച്ച് ഏകീകൃത സ്മാർട്ട് കാർഡ് സംവിധാനം, കോമൺ മൊബിലിറ്റി കാർഡ് ഏർപ്പെടുത്തണം. സോഷ്യൽ സർവീസ് ആണ് മറ്റൊന്ന്. ഗതാഗതം കേവലം ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് ആയി കാണരുത്. സാധാരണക്കാരുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. IT അധിഷ്ഠിത സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഷെഡ്യൂളുകൾ ക്രമീകരിക്കുകയും സാമ്പത്തിക സുതാര്യതയിലൂടെ അഴിമതി ഒഴിവാക്കുകയും വേണം. ചുരുക്കത്തില് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പരിഹാര പാതയിലെ പോയിന്റുകളും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ ലണ്ടൻ മോഡലും ചേരുന്നതോടെ കേരളത്തിന്റെ ആനവണ്ടി ലാഭകരമായിട്ടുള്ള ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കും. രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കിയാൽ വിദേശ രാജ്യങ്ങളിലേതുപോലെ കേരളത്തിൽ മികച്ച ഗതാഗത സൗകര്യം ഒരു അവകാശമായിട്ട് മാറും. നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ KSRTC രക്ഷിക്കാൻ ലണ്ടൻ മോഡലിലുള്ള സ്വകാര്യ പങ്കാളിത്തമാണോ അതോ സർക്കാർ നേരിട്ടുള്ള സമ്പൂർണ്ണ ഉടച്ചു വാർക്കലാണോ വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്യാമോ? മറ്റൊരു ഗ്ലോബൽ ടോക്സുമായിട്ട് വീണ്ടും കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇറ്റ്സ് മീ അഭിനവ് ജോസ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.